ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ഞാൻ മോനെ വിളിച്ച മോനൊരു സാധനം കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താന്ന് കാണണ്ടേ ബാ ബാ കമോൺ കമോൺ മമ്മിയുടെ പിറകെ വാ, കാണിച്ചു തരാം എന്താന്ന്. വാ, നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടാ. ബാ, അപ്പോൾ എന്താന്ന് കാണണ്ടേ ഫ്രണ്ട്സ്? ഇത് കണ്ടോ, ഇതെന്തെന്നാ എഴുതിയിരിക്കുന്നത്? സ്കൂബി. ചേട്ടൻ ഇപ്പോൾ കൊറിയറിൽ എനിക്ക് അയച്ചു തന്നാണ്. അപ്പോൾ കൊറിയർ വന്നു. ഇത് കണ്ടോ, കൊറിയർ വന്നു. എന്നിട്ട് അപ്പം ഞാൻ പിള്ളേരുടെ കൊറിയറൊന്നും വന്നാൽ തുറക്കാറില്ല കേട്ടോ. അപ്പോൾ കൊറിയർ വന്നിട്ട് എന്നോട് പറഞ്ഞു, മമ്മി അതൊന്ന് തുറന്ന് നോക്ക്, ഒരു ഇതാണെന്ന് പറഞ്ഞു. ഇത് കൊറിയർ വന്ന ഇതാണ് കേട്ടോ, പാക്കറ്റാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കീ ചെയിൻ ആണോ എന്ന് എനിക്കൊരു സംശയം. അപ്പോൾ താഴെ നോക്കിയപ്പോഴാണ് സ്കൂബി. കാണിച്ചുതരാം. ഇത് കണ്ടോ, സ്കൂബി എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട്. അപ്പോൾ അവൻ്റെ കഴുത്തിലിടാനാണ് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് ഇടാം, കാണിക്കട്ടെ മോനെ കേട്ടോ. ഇത് എന്താണ് ചേട്ട കൊണ്ടുവന്നത് പൊന്നിൻ്റെ കഴുത്തിലിടാൻ? പൊന്നിൻ്റെ കഴുത്തിലിടാൻ സ്കൂബി. ഇത് എല്ലല്ല, ഇത് ലോക്കറ്റാണ് പൊന്നിൻ്റെ, സ്കൂബിന്ന് ഇടാൻ. ഇത് കണ്ട, ചേട്ട വന്നിട്ട് ഇട്ടുതരും കേട്ടാ. ചേട്ട വന്നിട്ട് ഇട്ടുതരും. ഇത് ഈ ചെയിനിലിടാം, നമുക്ക് ഈ ചെയിനിൽ, ഇതേ കുഞ്ഞിൻ്റെ ചെയിനിലിടാൻ വേണ്ടി സ്കൂബി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. ഞങ്ങൾക്കൊരു ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. എൻ്റെ മോന് ഒരു കണ്ടോ, ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ എല്ലാവരും. ഹലോ 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 തന്നാണ് കൊച്ച്. എങ്ങനെ ഹലോ ഹലോ? അപ്പോൾ എല്ലാവരും ഷെയറൊക്കെ ചെയ്യണേ. ഇത് കണ്ടോ, മോൻ്റെ ചുട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോൻ വന്നിട്ട് ഇടാം. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ സ്കൂബി മോൻ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, എൻ്റെ സ്കൂബി മോൻ ഇത് കണ്ടോ. എൻ്റെ മോൻ്റെ ഇതിലിടട്ടെ പൊങ്ങ തല പൊക്ക നോക്കട്ടെ ഉമ്മ. അച്ചോ കൊള്ളാം ഇടാം. ഇരിപ്പ് നോക്ക. ഇപ്പം അച്ഛയും ചേച്ചിയൊക്കെ വരും. 5 മണിക്ക് അച്ഛയും ചേച്ചിയൊക്കെ വരും. 5 ചേച്ചി അച്ഛയൊക്കെ വരും, ഡാഡിയൊക്കെ വരും. 5 മണിയുടെ ഫ്ലൈറ്റിൽ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ. അപ്പോൾ വന്നിട്ട് ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ മോനെ. നല്ല സുന്ദരം മോനെ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് അച്ഛൻ ഇപ്പം വരും, ലാൻഡ് ചെയ്ത്. അച്ഛൻ ചേച്ചി ലാൻഡ് ചെയ്ത് ഇപ്പം വരും പൊന്നിൻ്റെ. ഇപ്പം വരുവടാ. അയ്യോ ചേച്ചി, ഇനി ഒരു ഉമ്മൻ തരല്, എൻ്റെ പൊന്നിന് ഉമ്മൻ തരല്. എന്തൊക്കെ എൻ്റെ പൊന്നിന് മണി കെട്ടിയൊക്കെ കൊടുക്കുക കേട്ടോ ചേട്ട വന്നിട്ട്. അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ കേട്ടോ. എൻ്റെ പൊന്നിന് സ്കൂബിന്ന് എഴുതി ലോക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും. ഇല്ല പൊന്നാ, ചോ എൻ്റെ മോളിപ്പോൾ വരും. ചേച്ചി വരും, സ്കൂബിൻ്റെ ചേച്ചി വരും. ഡാഡ വരൂ. ഇനി ഡാഡ നാളെ അത് വരും എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി ഇരിക്കുന്നതാണ് കേട്ടോ. ഓടിപ്പോയി നോക്കുന്നതാണ് കാണുന്നത്. ഇവനെല്ലാം അറിയാട്ടാ. നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യുന്ന ആ കുട്ടി വന്നപ്പോൾ ചോദിച്ചു, ഭാബി, ഇവിടെ എല്ലാവരെയും ഭാബി എന്നാണ് വിളിക്കുന്നത് കേട്ടോ, കല്യാണം കഴിഞ്ഞവരെയൊക്കെ. ഭാബി, ഇന്ന് അഞ്ചു ചേച്ചിയൊക്കെ വരുമല്ലേ? ചേച്ചിന്ന് അവൾ വിളിക്കുന്നത് ചേച്ചിയൊന്നുമല്ല, മോള് ചെറുതാണ്. പക്ഷേ എന്നിരുന്നാലും അവൾ ചേച്ചി എന്നേ പറയുള്ളൂ. അച്ഛൻ ദാദ ചേച്ചി വരുമോ എന്നൊക്കെ ഞാൻ പറഞ്ഞു ചേച്ചി വരും, ദാദ വരും എന്ന് പറഞ്ഞു. ഇവൻ ഇത് കേട്ട് പിന്നെ മോൻ പറഞ്ഞു, ഇന്ന് ഡാഡി വരും, വണ്ടിയും കൊണ്ട് പോകണം മമ്മി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, അവർ ഊബർ പിടിച്ച് വന്നോളൂ, നീ അതിന് വേണ്ടി വരണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു മഴ എങ്ങനെ ഇവർ വരുമെന്നേ. അപ്പോൾ ഇപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ മോളും ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇവന് ബംഗാളി, ഇവന് ഹിന്ദി, ഇവനെ എല്ലാം അറിയാം, മലയാളം എല്ലാം അറിയാം കേട്ടോ. ഇവനറിയാത്ത ഭാഷകളൊന്നുമില്ല. ഞാനത് പറയുന്നത് കേട്ടപ്പോൾ ഓടിച്ചെന്ന് നോക്കണം. അയ്യോ, ഇനി
അവൻ്റെ ഡാഡി വരുമ്പോൾ ഒരു കയറ് ഡാഡിക്ക് കൊടുക്കോ ഉമ്മ, ചേച്ചിക്ക് കൊടുക്കോ ഉമ്മ. എനിക്ക് വയ്യ. ഇതൊക്കെ ഒന്ന് കാണണം. ഞാൻ ഈ വീഡിയോയിൽ കൂടെയൊക്കെ നിങ്ങളെ കാണിക്കും കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ഒക്കെയാണ് കേട്ടോ. നമ്മൾ അന്നന്ന് ഇവൻ കാണിക്കുന്ന ഇവൻ്റെ ഡെയിലി ലൈഫും ഇവൻ്റെ ഡെയിലി കാണിക്കുന്ന ഇവൻ്റെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളും അച്ഛയും ചേച്ചിയൊക്കെ വരുമ്പോഴുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് തപ്പിപ്പോകുന്നത് എന്താണെന്നറിയാമോ, നമ്മളിവിടെ പല ഭാഷക്കാർ വരുമ്പോൾ പല ഭാഷയിലെ വർത്തമാനം പറയുന്നത്. നമ്മൾ വീട്ടിലിങ്ങനെ പിള്ളേരോടൊക്കെ മലയാളം പറഞ്ഞാലും ഇവിടെ പല ആൾക്കാരെ പറഞ്ഞാൽ എപ്പോഴും ബംഗാളിക്കാരും ഒക്കെ അല്ലേ വരുന്നത്. തമിഴർ വരും, ബംഗാളി വരും. തമിഴർ വരുമ്പോൾ തമിഴ് പറയും, ബംഗാളി വരുമ്പോൾ ബംഗാളി വരും. അപ്പോൾ അതാണ് ഈ ഇടയ്ക്ക് വർത്തമാനം പറയുമ്പോൾ ഞാനങ്ങ് തപ്പിപ്പോകുന്നത്. നമ്മൾ കണ്ടിന്യൂ ഇങ്ങനെ മലയാളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലല്ലോ. നമ്മളിവിടുത്തെ ആൾക്കാർ വരും, പണിക്കാർ വരും, അവർ വരും. ഇവരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭാഷ വേറെ വരുമ്പോൾ ആകെ ഇങ്ങോട്ട് വിത്തകയായി പോണ്. എല്ലാം കൂടെ ഒരു കിച്ചുടി ഭാഷയായി പോകുന്നു കേട്ടോ. കിച്ചുടി ഭാഷ. അപ്പോൾ വരുന്ന ആ സീനൊക്കെ ഒന്ന് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇവൻ കാണിച്ച് കൂട്ടുന്ന ആ ഒരു കട്ടായങ്ങളെന്നൊക്കെ കാണണ്ടേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? കുഞ്ഞു വീഡിയോ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? പിന്നെ ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഒത്തു വരണ്ടേ. അപ്പോൾ കണ്ടൻറ്റൊക്കെ ഒത്തു വരുമ്പോൾ ഞാൻ ഇടും. അല്ലാതെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റായിട്ട് അതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഇടണ ഒരു സ്വഭാവമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എങ്ങനെ ഇടാനാണ്? ഈ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉള്ള ട്രാവലിംഗ് വീഡിയോയോ അങ്ങനെയൊക്കെ വേണം ഇടാൻ. അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ അങ്ങനെയൊക്കെ ഇടണം. ഇടയ്ക്ക് ഞാൻ കുക്കിംഗ് വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് തിരക്കിലും കാരണങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ്? എൻ്റെ ചങ്ക് ഫ്രണ്ട്സൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാ മെസ്സേജും ഞാൻ വായിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. എൻ്റെ സ്നേഹങ്ങളും എല്ലാം ഞാൻ തരുന്നുണ്ട്. എൻ്റെ മോൻ്റെ സ്നേഹങ്ങളും എല്ലാം ഞാൻ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ എന്താ പറയുന്നത്, ഡ്രാമ പിന്നെ ഈ വീഡിയോയിൽ കൂടെ വന്നിട്ട് ഡ്രാമയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഉള്ള കാര്യം പറയാമല്ല. ഞാനിങ്ങനെ ഒച്ചത്തിൽ വളവള പറയുന്ന ഒരു സ്വഭാവക്കാരത്തിയാണ്. ഓപ്പണായിട്ട് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഓപ്പൺ ബുക്കാണ്. നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ആൾക്കാരെ കാണിക്കുക. ഇപ്പോൾ വിഷമം വന്നാലും അത് വിഷമം അവിടെ ഇരുന്നോളൂ. നമ്മളങ്ങനെ കാണിച്ച് ആൾക്കാരെ കാണിച്ച് കരയുന്നു അങ്ങനെയൊന്നും. ഒരു കുടുംബത്തിലെന്ന് പറയുമ്പോൾ വിഷമങ്ങളുണ്ടാവാം അല്ലേ. അതായത് ബംഗാളിയിൽ പറയേ തിത്ത കട്ട മിഷ്ടി, അതായത് കയ്പും മധുരവും പുളിയും ഒക്കെ ഉള്ളതായിരിക്കുമല്ലോ ഒരു ജീവിതം. നമ്മളതൊക്കെ വന്നിട്ട് ഈ ഇതിലൊക്കെ ഒന്ന് എല്ലാം പറയാനെന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്കെല്ലാം ഈ കൂടിച്ചേർന്ന് പോകുന്നൊക്കെയാണ് ഒരു ജീവിതം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ ഡ്രാമാബാജിയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലർ പറയും എൻ്റെ സൗണ്ട് ഇങ്ങനെ അറിയത്തുള്ളൂ ഫ്രണ്ട്സ്. എൻ്റെ സൗണ്ട് ഇങ്ങനെ ഉച്ചത്തിൽ പറയാനും ഉള്ളത് വന്ന് പറയാനൊക്കെയാണ്. എനിക്ക് ഡ്രാമ ചെയ്ത് പറയാനോ ഡ്രാമയുടെ ഇത് ഒന്നും അങ്ങനെയൊന്നും അറിയത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി വീഡിയോ ഇടാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഡ്രാമയായിട്ട് വന്ന് വീഡിയോ ഇടാൻ പറ്റും. എനിക്കങ്ങനെ ഡ്രാമ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഇതുകൊണ്ടിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ ഡെയിലി ഇപ്പോൾ ലോങ് വീഡിയോ ഇടാത്ത. പിന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് എനിക്ക് ഇടാനോ ട്രാവലിംഗ് വ്ളോഗ് വീഡിയോ ഒക്കെ ഇടാനേ പറ്റത്തുള്ളൂ. പൊന്നോ എവിടെയാണ് പൊന്നുമ്മ? പിന്നെ ലൈവിന് വന്നിരിക്കണം കേട്ടോ. ഇപ്പോൾ ലൈവിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അയ്യോ ഇതെന്തോ ഇങ്ങനെ ലൈവിൽ വന്നിരിക്കുന്നത്. ഈ ബാഗ് എന്തിനെന്നറിയാമോ? ഈ ബാഗ് ഇങ്ങനെ ഒരു കയറിൽ കെട്ടി വെച്ചിരിക്കുന്നത് ചാവിയൊക്കെ വന്നാൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ചാവിയോ എന്തെങ്കിലും പെട്ടെന്ന് അപ്പോൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അപ്പം താഴേക്ക് കൊണ്ട. പിന്നെ ലൈവിൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവൻ്റെ തന്നെ ജോലി ഒരുപാടില്ലേ, നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇവൻ്റെ ജോലി ഒരുപാടുണ്ട്. നമ്മൾക്ക് ഒന്നും ഇരിക്കാൻ പറ്റൂല. ഇവൻ അപ്പോഴായിരിക്കും ഒന്ന് മൂത്രം ഒഴിക്കാൻ പോകുന്നത്, അപ്പോഴായിരിക്കും മോളിൽ പോകുന്നത്. അവനെ കാല് തുടച്ചു കൊടുക്കണം, കൈ തുടച്ചു കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണെന്നറിയാമോ, നമുക്ക് ലൈവിൽ വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ 1 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂ ഇരിക്കണം. നമ്മൾ ഈ ചാടിപ്പടച്ച് ഓരോ പണിക്ക് പോകും അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ലൈവിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ലൈവിൽ ഇരുന്നാൽ
നമ്മൾ 1 മണിക്കൂർ ലൈവ് അതെനിക്ക് അപ്പോഴത്തേക്ക് 100 കൂട്ടം പണികളൊക്കെ വരും കേട്ടോ. നമുക്കങ്ങനെ ലൈവിലൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇത്തിരി സ്ട്രിക്റ്റൊക്കെ കൂടുതലാണ്. കാരണം നമ്മുടെ ഹസ്ബൻഡിനൊക്കെ എന്ന് പറഞ്ഞാൽ ഷുഗർ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഷുഗറും ക്രിയേറ്റിനൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതിന് പറ്റിയ ഭക്ഷണങ്ങൾ വെക്കണം. ഇപ്പോൾ മോന് ഇഷ്ടപ്പെടുന്ന ഭക്ഷണമായിരിക്കില്ല മോൾക്ക് ഇഷ്ടപ്പെടുന്ന കറികൾ. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് ഓരോ പണികൾ അങ്ങനെ. പിന്നെ നമുക്ക് വീടെല്ലാം നോക്കി കണ്ടും ഒക്കെ വരുമ്പോൾ ഒത്തിരി പണികളും ഒക്കെ കാര്യങ്ങളുമാണ് കേട്ടോ. കേട്ടോ ലൈവിൽ കണ്ടിന്യൂ ഇരിക്കാൻ പറ്റുന്നില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇടയ്ക്കൊന്ന് ടൈം കിട്ടുമ്പോഴാണ് ഓടി വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ലൈവിന് വരുമ്പോൾ എല്ലാവരും ചോദിക്കും ലൈവിൽ ഇരിക്കുന്നില്ലേ ചേച്ചി, ലൈവിൽ ഇരിക്കണം. ഒരു അരമണിക്കൂർ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് വരുമ്പോഴായിരിക്കും ആരെയും കാണാനുണ്ടാവില്ല, 5-6 പേരൊക്കെ വരുള്ളൂ. ആരും ഇല്ലെങ്കിൽ നമുക്ക് ലൈവിൽ ഇരിക്കാനും ഒരു ബുദ്ധിമുട്ടാണ്, കാരണം ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ വരാത്തത്. പിന്നെ പലരും ഇപ്പോഴെല്ലാവരും തിരക്കിട്ട ജീവിതങ്ങളാണല്ലോ. ഈ തിരക്കില്ലാത്തവരാണ് വന്ന് ലൈവിലിരിക്കാനൊക്കെ ടൈം കിട്ടുന്നത്. നമുക്കതിനുള്ള ഒന്നുമല്ല, തിരക്ക് പിടിച്ച ജീവിതം അങ്ങനെയൊക്കെയാണ്. കാരണം ഈ 2 പ്രാവശ്യത്തെ വിളക്ക് എത്തിക്കൽ നിങ്ങൾ മനസ്സിലാക്കണം. 2 പ്രാവശ്യത്തെ വിളക്ക് എത്തിക്കൽ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നമുക്ക് രാവിലെയും പൂജാ റൂമിൽ പോകുന്നു, 1 മണിക്കൂർ വൈകുന്നേരവും പൂജാ റൂമിൽ പോകുന്നു. അപ്പോൾ 2 മണിക്കൂർ അങ്ങനെ പോകുന്ന പാത്രങ്ങൾ എടുക്കണം, കഴുകണം, ഇത്ര പാത്രങ്ങൾ കഴുകണം, പിന്നെ പൂക്കൾ എടുക്കണം, അവിടെയൊക്കെ തുടക്കണം, പിന്നെ അത് അലങ്കരിക്കണം, പിന്നെ പ്രാർത്ഥിക്കണം. എനിക്ക് അത് അലങ്കരിച്ച് വിളക്കൊക്കെ കത്തിച്ചൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ ചില സമയം നമ്മൾ ഓടി പണിയെടുക്കുന്നുണ്ടാവും. നമ്മൾ ഓടിയിരുന്നാൽ പണികൾ തീരില്ല കേട്ടോ, ഓടുന്നെന്ന് മാത്രം. പക്ഷേ പണികളങ്ങോട്ട് സ്പീഡിൽ നടക്കില്ല. അങ്ങനത്തെ ദിവസങ്ങളുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഇച്ചിരി ദിവസം കിട്ടുന്ന സമയമൊക്കെ ആണെങ്കിൽ അലമാരിയൊക്കെ ഒതുക്കി പറക്കിയൊക്കെ വെക്കും. നമുക്ക് കുറേ ഒതുക്കലും പറക്കലൊക്കെ ഉണ്ടാവില്ലേ. ചില സമയങ്ങളിലാണെങ്കിൽ ജനലിൻ്റെ നമ്മൾ ആ കുട്ടി തുടച്ചിരുന്നാണ് നമ്മൾ ജനലിൻ്റെ ഇതും അതൊക്കെ തുടക്കാൻ നിൽക്കും. ചില സമയം ബോക്സുകൾ തുടക്കാൻ നിൽക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ചില സമയങ്ങളൊക്കെ അങ്ങനെ പോവും. ലൈവിൽ നിന്ന് ഇരിക്കുന്ന സമയമുണ്ടെങ്കിൽ നമുക്ക് വേറെ പണി ചെയ്യാമെന്ന് വിചാരിക്കുക. അതിനാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. നമുക്ക് അങ്ങനെ കിട്ടുന്നതൊക്കെ മതി, ഇതിൽ കൂടെ കിട്ടുന്നതൊക്കെ അങ്ങനെയുള്ളത് മതി എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കത് യൂട്യൂബേ എന്ന് പറഞ്ഞ് നടക്കാനൊന്നുള്ള സമയമൊന്നുമില്ല, നമ്മുടെ പണികളൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ലൈവിൽ ഇപ്പോൾ ഞാനൊരു 3 മാസം കൂടി ഇപ്പോൾ ഞാൻ ഇരുന്നപ്പോൾ ആരെയും കണ്ടില്ല കേട്ടോ. ആരും വന്നില്ല, 5-6 പേര് വന്നു, പിന്നെ വന്നില്ല. അത് കാരണം ഞാൻ ഓഫ് ചെയ്തിട്ട് പോയി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്പോൾ മകളും ചേട്ടനൊക്കെ വരും, മോളും ചേട്ടനൊക്കെ വരും. ഇനി അവർക്കൊക്കെ ചായ ഇട്ട് കൊടുക്കണം. പിന്നെ സന്ധ്യാവിളക്കായി, പിന്നെ നമുക്ക് റൊട്ടിക്കുള്ള ഇതായി, കറിക്കുള്ള ഇതായി, മോന് കൊടുക്കേണ്ട ഇതായി. ഇന്നാണെങ്കിൽ അവന് കുറച്ച് ഗ്യാസ് കയറിയിട്ടാണെന്ന് തോന്നുന്നു ഈ മഞ്ഞ വെള്ളം പോലെ ഛർദ്ദിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് അവന് ലിക്വിഡായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തോളെ. പിന്നെ അവന് ഇച്ചിരി കുമ്മട്ടിക്ക ജ്യൂസൊക്കെ കൊടുക്കുക. കുമ്മട്ടിക്ക കഴിക്കില്ല. എന്നിട്ട് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് പിന്നെ കൊച്ചിന് ഞാൻ മോന് സ്പൂണിലൊക്കെ വാരി അങ്ങനെ ഒരു 2-3 ടീസ്പൂണൊക്കെ കൊടുത്തു. ഇരിക്കുന്നേ കാലി വേന എടുക്കുന്നില്ല പൊന്നമ്മ. മുത്തേ കാലി വേന എടുക്കണില്ലേ മുത്തേ? ഇങ്ങോട്ട് നോക്ക്, മമ്മി ഒന്ന് തിരിഞ്ഞു നോക്കട കള്ള. എടി ഇങ്ങോട്ട് ഒന്ന് നോക്കട കള്ള. ഓ നോക്കി ഇപ്പോൾ വരും. സുന്ദരമോനാണ് കേട്ടാ. ഇപ്പോൾ വരും കേട്ടാ ചേച്ചി. ഇപ്പോൾ വരും അച്ഛയും ചേച്ചിയൊക്കെ ഇപ്പോൾ വരും കേട്ടാ. നമ്മുടെ പൊന്നെ എന്നത് ഇതാരാണ് വന്നത്? ഇതാരാണ്? അച്ഛയും ചേട്ടനൊക്കെ വന്ന, ചേച്ചിയും ചേട്ടനൊക്കെ. ഓട്ടം കണ്ട ഒരുത്തൻ്റെ ഓട്ടമൊക്കെ കണ്ട. ചേച്ചിയൊക്കെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞു കണ്ട. ബച്ചൂനെ വിളിക്കണുണ്ട് കേട്ടോ. ചേച്ചിയുടെ സൗണ്ടാണ് ഇപ്പോൾ വരുവേ. അച്ഛയുടെയും ചേച്ചിയുടെ സൗണ്ടാണ്. കുഞ്ഞ് വേഗം കൊണ്ടുപോയത് കേട്ടോ. എന്നിട്ട് ഇത് കണ്ടോ അവിടെ കണ്ടോ ഓട്ടം കണ്ടോ വിങ്ങിയ പോകുന്നു കണ്ടോ. ഇങ്ങനെ ഒരു വരട്ടേടാ, വീട്ടിൻ്റെ അകത്തേക്കല്ലേ വരുന്നേ. എന്തായി
കണ്ടോ കണ്ടോ സമാധാനമായ ഇതെന്താണ് ഓ ഓ ഓ ഓ ഓ ഓ ഓ കണ്ടോ എക്സൈറ്റ്മെൻറ്റ് കണ്ടോ കണ്ടോ ചോ ഓച്ചോ കണ്ട ആ ഓ ഓ ഓ കേറടാ ഇങ്ങോട്ട് കേറട്ടെടാ ആ ആ ആ ആ ആ ഓ ഓച്ചോ ഓച്ചോ ഉണ്ടോ 3 4 ആകെ 2 ദിവസമേ ആയുള്ളൂ ഓ ദേ വരണേ ചേച്ചി ആ ചേച്ചിക്കില്ലേ ഉമ്മ ഓ മതി ആ ആ കണ്ടു ഇവരുടെയൊക്കെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അഞ്ജുനെ നോക്കണില്ലേ അഞ്ചു ചേച്ചിയുടെ ഡാഡിയാണ് പിടുത്തം കേട്ടോ ആ ആ ദേ ഓ ഓ മതി വീട് ദേ ചേച്ചിക്കുമ്പോട് അയ്യോ ചേച്ചിക്ക് കണ്ട കണ്ട എടാ ചേച്ചി കൊടുക്കടാ ചേച്ചിക്കല്ല അച്ഛയുടെ പുറകെയാണ് അവൻ നടക്കുന്നത് ചേച്ചിക്കോട് ചേച്ചിയുടെ ചൂ ആ ചേച്ചിക്കുമ്മ കൊടുക്കണില്ല ചൂ ചൂ ചേച്ചി ഓ ഓ കണ്ട ചേച്ചി ഉമ്മോട് ഉമ്മോട് ആ എവിടെ പോകണമെന്നുള്ളതാണ് അച്ഛൻ്റെ അടുത്ത് പോകണോ ചേച്ചിയുടെ അടുത്ത് വരണോ എത്ര മണിക്ക് വന്ന് ഫ്ലൈറ്റ് കളർന്നല്ല ചേച്ചിക്കൊരു ഉമ്മ കൂടെ എടാ ചേച്ചി അല്ലടാ ബിസ്ക്കറ്റൊക്കെ മേടിച്ചു തരണേ പൊന്നോ ചേടാ ആ അവനതേ പുതിയ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് കൊറിയർ ലോക്കറ്റ് സ്കൂബിന്ന് എഴുതിയത് ചേട്ടൻ ഇട്ട് കൊടുക്കണം ഇപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചായിരുന്നു അതിടാം അത് ആ ചെയിനിൽ ഇത് ഇടണം എന്നിട്ട് ലോക്കറ്റ് ഇടണം ആ എൻ്റെ മുഖമുണ്ട് സ്കൂബി ഇതാരോ ഗിഫ്റ്റ് കൊടുത്താണ് ഇട്ടേരാട്ട അപ്പോൾ ചങ്ങല പൂരിയിട്ട് ഇട്ടേരാട്ട ഫാമിലി അതായത് ഇവൻ നഷ്ടമായി പോയാൽ അച്ഛൻ്റെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് ഒരാൾ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ കാരണേ മോളെ എന്താ പറയണമെന്ന് മനസ്സിലായ ആ ലോക്കറ്റിൽ എന്താ മോളെ എഴുതിയിരിക്കുന്നത് ലോസ് ബൈ ഫാമിലി എന്നിട്ട് ചേട്ടന് പ്ലീസ് കോൾ ഇവനെ ലോസായി പോയാൽ ഫാമിലിയിലേക്ക് ഫോൺ ചെയ്യാൻ എൻ്റെ മകൻ്റെ ഫോൺ നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് മകൻ്റെ ഒരു ഫ്രണ്ടാണ് അത് കൊടുത്തത് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സ്കൂബിന്ന് അവൻ്റെ മുഖമായിട്ട് ഇതേതായാലും അത് ഞാൻ വായിച്ചില്ല ഞാൻ അത്ര നോക്കിയില്ല ചായയുടെ ഇട്ടേ അടി വരട്ടെ ചായ ഇട്ട് തരാം ദേ ഇതെൻ്റെ ചേട്ടൻ ഇട്ട് തന്നേ കണ്ടോ ഇത് ഇട്ട് തന്നേ ഇത് മോന് ഇടാൻ പോകുന്നതാണ് അതിനാണ് മോൻ വന്ന് ഇരിക്കുന്നത് അപ്പോൾ അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് മോള് ഞാൻ വായിക്കട്ടെ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇത് എൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്താണ് ഐ ആം ലോസ്റ്റ് പ്ലീസ് കോൾ മൈ ഫാമിലി എന്നിട്ട് ഇത് എൻ്റെ മോൻ്റെ നമ്പറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവൻ ലോസ്റ്റായ എൻ്റെ മോൻ്റെ നമ്പറിൽ ഫാമിലിയിൽ വിളിക്കാനാണ് എഴുതിക്കുന്നത് മോൻ്റെ നമ്പറുമായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കൂട്ടുകാരി ഉണ്ടാക്കിപ്പിച്ച് ഇതേ കൊടുത്തതാണ് കേട്ടോ സ്കൂബിന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ ഇടാൻ പോകുന്നു മാല ദേ കൊച്ചിൻ ഇരുന്നേ ബോഷ് ആ ഇരുന്നേ അപ്പോൾ കൊച്ചിനെ ഇടുന്നേ ആ ദേ കണ്ടോ വെക്കട്ടെ അവൻ കാണിച്ച് മോഹം കാണിക്കേ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സ്കൂബി കണ്ടോ സ്കൂബി ഹായ് ഹലോ അങ്കിൾ ആൻറ്റി ചേച്ചി ചേട്ടന്മാർ ചേച്ചിമാർ ആൻറ്റിമാർ അങ്കിൾമാർ എൻ്റെ ചുട്ടി മാലയൊക്കെ ഇഷ്ടപ്പെട്ടോ എൻ്റെ ചുട്ടി ഇഷ്ടപ്പെട്ടോ ഇത് ഉണ്ടാക്കിപ്പിച്ചതാണ് ഹായ് പെട്ടെന്ന് വീഡിയോ നടത്താനാണ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് ഇന്ന് ചേച്ചി അച്ഛനും വരുന്നല്ലേ അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോയും എല്ലാം ആയിട്ട് വന്നതാണ് അപ്പോൾ മോൻ്റെ ഇത് കണ്ടല്ലോ കൊറിയറിൽ വന്നതാണ് ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ് അവൾ ഉണ്ടാക്കിപ്പിച്ചതാണ് ഉണ്ടാക്കിപ്പിച്ചിട്ട് ഇതൊക്കെ എഴുതി അതിൽ കുത്തി അവൻ്റെ ഫോട്ടോസും ഒക്കെ ആയിട്ട്
ലോക്കറ്റും ഒക്കെ ആയിട്ട് അയച്ചു തന്നു ഒരു ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, കൊച്ചിൻ്റെ ലോക്കറ്റൊക്കെ കിടക്കുന്നുണ്ടല്ലോ. ഐ ആം ലോസ്, പ്ലീസ് കോൾ മൈ ഫാമിലി. ചേട്ടൻ്റെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതേ അയച്ചു കൊടുത്തിട്ടുണ്ട്, സ്കൂബി എന്നും പറഞ്ഞ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മോളും ചേട്ടനൊക്കെ വന്നതല്ലേ, ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഇങ്ങനെ വീട്ടിൽ ഇനി കുറച്ച് പണികളും ഉണ്ട്, അതുകൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ഇതായിട്ട് വന്നതാണ്, അപ്പോൾ കുഞ്ഞ് വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കാണിച്ചു കൊടുക്കും പൊന്നോ, കാണിച്ചു കൊടുക്കുക, എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ. ലോക്കറ്റൊക്കെ ഇഷ്ടപ്പെട്ടു, എൻ്റെ മോനെ ഇട്ടതൊക്കെ ഭംഗിയുണ്ടായി എന്നറിഞ്ഞാലും ഡാഡി വന്നപ്പോൾ ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ കണ്ട് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സ്കിപ്പ് ചെയ്യാതൊക്കെ കാണാം. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണേ. എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്. എല്ലാവരും നല്ലതായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്ക് ബൈ പറ പൊന്നോ, ബൈ പറഞ്ഞേ. അതുവരേക്ക് ബൈ കൊടുക്കുക, ബൈ കൊടുക്കുക. അപ്പോൾ കൊച്ചു എണീറ്റിരുന്നേ തരുള്ളേ. ബൈ 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 ബൈ. ഓക്കെ.